കുറുകുക്കുകുകയും മേൽക്കായും വെട്ടക്കേളി കാതോരം കൊട്ടിപ്പരുക്കിയും കുരുവായിട്ടട്ടിയും പടകൊട്ടി പായാനുണ്ടേ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങൾ കുരുവിക്കുരുങ്ങുങ്ങൾ ഇന്നേ ഒരാളെയും പേടിച്ചു നിൽപ്പാണേ അവിടെ അന്തം വിട്ട് നോക്കട്ടെ ഞാൻ ദേവൻ. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കണം. ഞാനും സുഖമായിരിക്കാണ്. അപ്പൊ നമ്മുടെ പുതിയൊരു ഹെയർ കെയർ ടിപ്പിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുള്ളൂ. ദെൻ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 പേർക്ക് പനി, ജലദോഷം, കഫക്കെട്ട്, ചുമ, തോറ്റല ഒക്കെയാണ്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ നാളെയോ ഇന്നല്ല നാളെയൊക്കെ ആയിട്ട് ഞാൻ തൃശ്ശൂർക്ക് പോകും. വെക്കേഷനല്ലേ, എന്നിട്ടൊരു 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ട് തിരിച്ചു വരും. സോ നമ്മളവിടെ ഒരു ഉത്സവം ഉണ്ട്, അതിനൊന്ന് പോകണം. പിന്നെ ഉണ്ണിയുടെ കാല് ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കണം. അപ്പോൾ കുറച്ചായാലും അപ്പോൾ ഉണ്ണിയുടെ ലീവിനെത്തും. അപ്പോൾ ഉണ്ണിയുടെ കാലും ഒന്ന് കൊണ്ട് കാണിക്കണം. ഞങ്ങളുടെ അവിടെ അറിയപ്പെടുന്ന അത്യാവശ്യം നല്ലൊരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ മൂപ്പരെന്ത് കൊണ്ട് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മൂപ്പർക്ക് പെയിൻ ഇപ്പോഴും വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നീരൊക്കെ കുറഞ്ഞു, പക്ഷെ പെയിൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൊണ്ട് കാണിക്കണം. സോ അപ്പൊ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട, വീഡിയോക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പാക്ക് വന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവാറും വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇലയാണ്. സോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, മുരിങ്ങയുടെ ഇല. അമ്മമ്മ എടുത്ത് പറ. നിൽക്കുന്നത് കഴിഞ്ഞിട്ട് പറയാം. മുരിങ്ങയുടെ ഇലയുടെ കൂടെ മിക്സ് ചെയ്യേണ്ട സാധനം വിറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. സോ അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, എത്ര വെച്ചാണ്, ഏതൊക്കെ കൂട്ടി എപ്പോഴാണ് ചേർക്കേണ്ടതെന്നും കൂടി വരുന്ന വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്ന് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു പിടുത്തം കിട്ടുള്ളൂ. സോ ഇത് സൂപ്പർ മുരിങ്ങല. പിന്നെ എല്ലാത്തിനും അടിപൊളിയാണ്, പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ഒന്നുമില്ല. അനക്ക് ചുമയല്ലേ നിനക്ക്? യെസ്. ഓക്കെ, അപ്പോ ഞാൻ ആക്ച്വലി എൻ്റെ മേത്ത് കുറച്ച് എന്താ പറയുക ചായ പോയി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റണം. ഇവിടെ 2 പേർക്കും ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് വീഡിയോക്ക് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ പോകും, നാളെ വീട്ടിൽ പോകണം. അപ്പം ഞാൻ ഇവിടെ ഒതുക്കിയിട്ടാണ് പോവുക. അപ്പം ഞാൻ എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് അപ്പം ഞാൻ ഹെയറിൽ പാക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ഒതുക്കൽ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പാക്ക് അടിക്കാം, എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന എന്നിട്ട് പറയുന്നത് മുരിങ്ങയുടെ അല്ല, നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കഴുകണം കേട്ടോ. കഴുകാണ്ട് എടുത്താൽ ചിലപ്പോൾ അതിൽ പുഴുവാ അല്ലെങ്കിൽ വല്ല ജാതി എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അരക്കേണ്ടി വരും. അപ്പം നമുക്ക് എക്സ്ട്രാ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കിട്ടും. സോ അങ്ങനെ നോക്കരുത്. സോ അപ്പം ഞാൻ ഇതിലേക്ക് മുരിങ്ങല അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം ഞാൻ കൊണ്ടിട്ടില്ല കേട്ടാ. ഓക്കെ, നമുക്കപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഡയറ്റ് എടുക്കണമല്ലോ. അപ്പോൾ ഡയറ്റ് എടുക്കണമെങ്കിൽ ഞാനൊരു സംഭവം ഉണ്ടാക്കിയതാണ്. അപ്പം അതിൽ മഞ്ഞൾ ഇടുന്നത് കൊണ്ട് മിക്സ് ചെയ്ത് ഈ ഭാഗം മൊത്തം മഞ്ഞളായി. ഞാൻ ഈ കളർ എന്ത് കളഞ്ഞിട്ട് പോകണേ. ഇപ്പം തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കി നോക്കണം. ചൂടുവെള്ളത്തിലിട്ടാൽ പാറുന്നാണ് പറയണേ. ചക്കനും വേണ്ടി നല്ല ചുമയാണ്. ഭേദമാണ് ഇപ്പോൾ, മീൻസ് ഉഷാറായി. പക്ഷെ നല്ല വയ്യായിരുന്നു. ഞാൻ ആകെ പെട്ടുപോയി. ആക്ച്വലി ദേവയ്ക്ക് പ്രത്യേകിച്ച് വയ്യാണ്ടായി കഴിഞ്ഞാൽ പേടിക്കണം. കാരണം അവൻ അത്രയും കുഞ്ഞിലെ
ന്യൂമോണിയ വന്നിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ആക്സസ് ആവും. എന്താ പറയുക, അക്യൂട്ട് ആയിട്ടുള്ള ന്യൂമോണിയ വരെന്ന് പറയില്ലേ, പെട്ടെന്ന് നമുക്ക് ഒരു തരത്തിൽ നമുക്കൊരു മുന്നറിയിപ്പ് തരില്ല. പനി വരുന്നുണ്ട്, ചുമ വരുന്നുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് തരില്ല. ടപ്പേന്ന് പറഞ്ഞിട്ടാ വരിക. അപ്പൊ നമ്മുടെ ഉള്ള കിളിയൊക്കെ പോകും. പക്ഷെ ഇത് കുറച്ചും കൂടിയും ഭേദാ. പെട്ടെന്ന് വന്നുവെച്ചാൽ പോലും പെട്ടെന്ന് മാറി കിട്ടും. അവളുടെ ദേവയുടെ മാറാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഇപ്പൊ ചുമയൊക്കെ മാറി, കഫക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ചുമ മാറണം. അതങ്ങനെയാണല്ലോ, ചുമ പതുക്കിയാലേ പോവുള്ളൂ. അത് ഭയങ്കര വിഷയമാണ്. പ്രത്യേകിച്ച് എനിക്ക് പിള്ളേർക്ക് വയ്യുണ്ടായ ആകെ പോകും. അതാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല പേസ്റ്റ് രൂപേണ അറിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെടുക്കുക, അരിപ്പ തന്നെ ഒരു കോപ്പി എടുക്കുക. എൻ്റെ കിച്ചൻ്റെ ഇത് കണ്ട് നിങ്ങൾ ഞെട്ടെടുത്തിട്ട്, കാരണം ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് എനിക്ക് പതുക്കെ എനിക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ വൃത്തിയാക്കുക. സോ നാളെ പോകുന്നതിന് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും പോയി തിരിച്ചു കഴിയുമ്പോഴേക്കും അല്ലപോലെ ആയി കിടക്കരുത്. കാരണം ഇവിടെ വീട് കെട്ടിയിരിക്കുന്നത് വെട്ടുകല്ല് ആയതുകൊണ്ട് അടിയിൽ നിന്ന് പെട്ടെന്ന് ചെതല കയറും. അപ്പൊ എനിക്ക് അടിച്ചു വരെ തുടച്ച് ചെതലിനുള്ള മറ്റേ ഒരു പൊടിയും ഒരു ചോക്ക് പോലത്തെ സാധനമുണ്ട്, അതൊക്കെ ഉരച്ച് വെച്ചിട്ട് വേണം നാളെ ഇവിടുന്ന് പോവാൻ. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും വീട് മൊത്തം ചെതൽ തിരിഞ്ഞു എന്നാണ് എൻ്റെ പേടി. സോ അതിൽ ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ കാണോ ഇത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് സത്യമായിട്ട് മടിയായിട്ടാണ് ആ സാധനങ്ങൾ എടുത്ത് കാണിക്കാത്തത്. അത് പറ്റാഞ്ഞിട്ടല്ല, എനിക്ക് വയ്യ. എന്ത് ചെയ്യാൻ, എനിക്ക് വയ്യ. എളുപ്പപ്പണിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെക്കാം. ദെൻ അത്രയ്ക്കേ ഉള്ളൂ, ഒരുപാട് എമൗണ്ട് ഓഫ് ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ദെൻ ഹാപ്പി ഈദ് മുബാറക് അതല്ല പറയാറ്, ഈദ് മുബാറക്. ദെൻ ഇതിങ്ങനെ ഒഴിക്കുക കറക്റ്റ്. അപ്പൊ ഇതിൽ മിക്സ് ആയി കിട്ടണം കേട്ടോ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒരു തുണ്ട് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് കുലുക്കാം. കുലുക്കിത്താക്കത്തെ ചിലര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സ് എന്നെ ചോദിക്കാറുണ്ട്. എന്താ പറയാ, മീൻസ് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ അത്രയും നല്ല എന്താ പറയാ, മീൻസ് എനിക്ക് എൻ്റെതായ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത്ര ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഹാപ്പി ഇരിക്കണമെന്ന് ചോദിക്കാറുണ്ട്. മീൻസ് ഒരുപാട് പേര് എന്നെ അറിയാത്തവർ പോലും കണ്ടിട്ട് മീൻസ് അവർ, കാരണം എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ, 2 കുട്ടികളുടെ അമ്മയാണോ, എന്നെ കണ്ടാൽ പറയാഞ്ഞിട്ടല്ല കേട്ടോ, പറട്ടേച്ചാൽ ഞാൻ മറക്കും ഞാൻ. അപ്പോൾ എന്നെ കണ്ടാൽ പറയാഞ്ഞിട്ടല്ല ആക്ച്വലി. പക്ഷേ അവർക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് അവരുടെ ചിന്തയിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവരുടെ ചിന്ത അങ്ങനെയാ. ആക്ച്വലി അങ്ങനെയല്ല. എല്ലാ വീടുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. നമ്മൾ ഈ ചിരിച്ച് കാണിച്ച് നടക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ പ്രശ്നമില്ലായികയല്ല, പക്ഷെ നമുക്കത് പ്രോബ്ലംസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ തരണം ചെയ്യാൻ പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ തരണം ചെയ്യാൻ പറ്റാത്തവർക്ക് അത് നിലനിൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെയാണ്. എങ്ങനെയായാലും കാരണം ഇതിപ്പോൾ നമുക്ക് ഈശ്വരൻ, നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനുണ്ണിയാണ് പെരുത്തടി, ഞാനുണ്ണിയുടെ അടിയുടെ കാര്യം ഇല്ലാണ്ട് പറഞ്ഞു. നമ്മുടെ ഫാമിലിയിലുള്ള മറ്റേ എന്താ പറയുക വിഷമങ്ങളുടെ കാര്യം പറയണത്. നമുക്ക് വയ്യായികയായിട്ടും അങ്ങനത്തെ വിഷമങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അടി പൊടി പോരല്ല കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. அந்த மாதிரி എല്ലാം പ്രശ്നക്ക് അടയാതെ ഉണ്ണിയുടെ അടുത്ത് നിന്ന് വിളിച്ച് ചോദിക്കണി, നീ എന്ത് തേങ്ങയെ പറഞ്ഞു കൂട്ടുണ്ടായിരുന്നു ഒരേ ചോദിക്കാൻ കേട്ടില്ലേ. അങ്ങനെയൊന്നും അല്ല, അതൊന്നും അല്ല സംഭവം. അതിൻ്റെ ഒന്നല്ല. നമുക്ക് നമ്മുടെ മറ്റേ വീട്ടിലെ കുറേ പ്രാരാബ്ദങ്ങളും അതിൻ്റെതായ വിഷമങ്ങളും എല്ലാവരുടെ വീട്ടിൽ എല്ലാ കുടുംബത്തിലുള്ള പോലെ എൻ്റെ കുടുംബത്തിലുണ്ട്. പക്ഷേ നമ്മളത് തരണം ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഇത്രയും ചിലരുടെ മനസ്സിലൊക്കെ ഇവർക്ക് ഇത്ര പ്രശ്നങ്ങളുണ്ടല്ലോ, എങ്ങനെ ഇവിടെ ഇത്രയും ചിരിച്ച് ഹാപ്പി ആയിരിക്കുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതെന്താ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നൊന്നുമല്ല. ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. എനിക്കങ്ങനെ ചെറിയ വിഷമങ്ങളൊന്നും എന്നെ പെട്ടെന്ന് അങ്ങനെ തളർത്താറില്ല. പിന്നെ ഒരുപാട് വലിയ വിഷമങ്ങൾ വന്നാൽ ഞാനങ്ങനെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ നല്ല പോലെ കരയും. എങ്ങനെ കരയെന്നറിയാം, മറ്റേ ഏതൊരു ഇതിൽ പറയില്ല, എൻ്റെ ഭഗവതി ഏതുകൊണ്ട് നെൽത്തടി
ഞാൻ അങ്ങനെയൊക്കെ കരയുന്ന ഒരാളാണ്, നല്ല പോലെ വാ പൊളിച്ച് കരയുന്ന ഒരാളാണ്. എന്താടാ പനി പിടിച്ചിരിക്കുന്ന ആളെ കാണണം. വാ ദേവന്ത് ഇങ്ങോട്ട് വാ. അവൻ ഓടി പറന്നവൻ. പക്ഷെ ഇപ്പൊ നിധിയാണെങ്കിൽ ഓടി വന്നേനെ, ഓടി വിളിച്ചപ്പോഴേക്ക് എൻ്റെ അതേപോലെ ഇട്ടില്ല വിറ്റെന്തറിയോ, എൻ്റെ വീഡിയോ കാണുമ്പോൾ സാധാരണ മക്കളൊക്കെ എങ്ങനെയാ വീഡിയോ കാണുമ്പോൾ അമ്മ അത് വെക്കുന്നില്ലേ. സപ്പോസ് ഒരു വീഡിയോയുടെ അല്ലെ ടി വി ഒക്കെ വെച്ചപ്പോൾ ഞങ്ങൾ വൈഫൈ കണക്ട് ചെയ്തിരിക്കുക. അപ്പം എൻ്റെ വീഡിയോ എങ്ങാനും ഞാൻ അവരിപ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, ഏതെങ്കിലും മൂവിയോ ഏതെങ്കിലും പാട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എങ്ങനെ എൻ്റെ വീഡിയോ എങ്ങനെ വന്നു, അമ്മ മാറ്റ് അമ്മ പ്ലീസ് അമ്മ മാറ്റിക്ക് കാണണ്ടെങ്കിൽ അമ്മേനെ വേണ്ട, അമ്മ പൊക്കോ, അമ്മ തൃശ്ശൂർക്ക് പൊക്കോ. ആ ക്രാവ് പറയാ, നാറ്റ ക്രാവ് കേട്ടു. എന്താണ് ഇല്ല വരില്ല ഞാൻ, നീ വിളിച്ച തീരെ വരില്ല ഞാൻ അതുകൊണ്ട് പറയും. അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഇവൻ ഏത് കൂതറകളുടെ വീഡിയോ കണ്ട എൻ്റെ വീഡിയോ കാണാൻ ആ ക്രാവിന് ഇഷ്ടമല്ല. ദേവ കാണും കേട്ടോ. ദേവ ഇങ്ങനെ, ദേവയ്ക്ക് ഞാനാണ് ജീവനും ജീവിതവും ഒക്കെ ഞാനാണ്. എൻ്റെ എന്ത് തോന്നിവാസം അവന് ഇഷ്ടപ്പെടും. നിധിക്ക് അവിടെ ഷോ കാണിക്കാനൊക്കെ മിടിക്കുകയാണെങ്കിലും എന്നെ 5 പൈസക്ക് കൊള്ളില്ല എന്നുള്ള ധാരണയാണ് ആ ക്രാവിന്. ഇപ്പൊ വിളിച്ചില്ലേ, അതാണ് അവളെന്റെ വീഡിയോ കണ്ട് വിളിക്കും. പോ എനിക്ക് വേണ്ട അമ്മേനെ, അമ്മ എന്താ കാണിക്കുന്നത്, എന്നെ അതുപോലെ ആന മൂക്കി ചക്ക മൂക്കി എന്നെ എന്തൊക്കെയാ വിളിക്കുക വെച്ചിട്ട് പരട്ട ക്രാവ്. അപ്പൊ നമ്മളിങ്ങനെ എടുത്ത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പേസ്റ്റ് പോലെ കിട്ടും ഈ സാധനം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം. ആക്ച്വലി ഞാൻ എടുത്ത് വെക്കാറുന്നില്ല, എനിക്ക് വയ്യത്, എനിക്ക് വീണ്ടും, കാരണം ഞാൻ എന്നും സ്ഥിരം പാക്കല്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി സ്ക്വീസ് ചെയ്തെടുത്താൽ ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുറച്ചും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പ്രാരാബ്ദം മൊത്തം പറഞ്ഞ് തളർത്തി വിടാം നിങ്ങളെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. അപ്പോൾ എൻ്റെ ട്രൈപോഡിൻ്റെ ഒരു കാലം കേൾക്കും. ഓ എന്താണ് കണ്ടു, ഇത്രയും എന്നെ കൊണ്ട് ഇത് താത്തും, എന്നെ കൊണ്ട് പണി ഇടിപ്പിക്കും. കണ്ടോ ഇതാണ് ഐറ്റം. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മളിതേ ഇതിലേക്ക് ജസ്റ്റ് ഇതൊന്ന് പൊട്ടിക്കുക. കണ്ട ഇതിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സാധനമാണ് കേട്ടോ. സോ ഇത് നിങ്ങൾ ഒരെണ്ണം മതി, ആവശ്യത്തിന് ഒരെണ്ണം നമുക്ക് ധാരാളമാണ്. ഇത് മൊത്തം നമ്മുടെ തലയിൽ തേക്കണം എന്ന് മാത്രം. ഇത് നിങ്ങളിങ്ങനെ കൈകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. കണ്ടോ നല്ല കുഴന്ന് കിട്ടും ഇങ്ങനെ. അത് കണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിളിക്കും, ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ഞാൻ വേർതിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ ഭയങ്കര ചൂടാണോ, ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഇന്നലെ തല കഴുകിയില്ല, അതുകൊണ്ട് കണ്ടോ ഞാൻ എൻ്റെ മറ്റേ എങ്ങനെയാണ് ബേബി ഹെയർ വരുന്നതെന്ന് അറിയില്ല. സോ തെറ്റിപ്പോയി. ഇന്നലെ ഞാൻ എണ്ണ ഇട്ട് തല കഴുകി, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ഇന്നലെ അധികം ഷാമ്പു ഇട്ടില്ല. സോ എനിക്കൊരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോർട്സ് പോയി കാണട്ടെ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബില്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് തലയിൽ തേക്കാം. സ്വാഭാവിക എൻ്റെ ചെക്കൻ അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. മരുന്നൊക്കെ കൊടുത്തു. ഇന്നിപ്പോൾ ഈദായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഈദായതുകൊണ്ട് എനിക്കെന്താ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം. പക്ഷെ ഇപ്പം ഇവിടെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് നീരിറങ്ങും എനിക്ക്, അതുകൊണ്ട് പേടി എനിക്ക്. നല്ലതാണ് കേട്ടോ, നല്ല സാധനം, ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. ചില ചോദിക്കാം ചേച്ചി എത്രയൊക്കെ പേക്കുകളാണ് ചെയ്യിച്ച് വരുന്നത്, അത്രയൊക്കെ പേക്കുകൾ തേച്ചുകൊണ്ടാണ് ഇത്രയും മുടിയായത്. അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും കൊലകൊലങ്ങ മുന്തിരിങ്ങാന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞ പോലെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ കാണാൻ. എൻ്റെ ഉള്ള മുടി നല്ല സ്ട്രോങ് ആണ്, നല്ല തിക്കാണ്. എനിക്കത് മതി. ഞാൻ പൊതുവെ ലോങ് ഹെയർ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് നോക്കാൻ മടിയാണ്. സത്യം പറഞ്ഞാൽ അതാണ് കാര്യം, അല്ലാതെ ഇഷ്ടമില്ലാണ്ടല്ല. മീൻസ് എന്താ പറയുക, ലോങ് ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര, എനിക്ക് എൻ്റെ ഈ മുടി തന്നെ പാടാ. ഇതന്നെ ഞാൻ വലിച്ചു വരി കെട്ടുന്ന നിങ്ങൾ തന്നെ ഇറങ്ങി പോകും. അയ്യോ നമ്മുടെ കുട്ടിക്ക് ജലദോഷം അല്ലടാ, നമ്മുടെ കുട്ടിക്ക് കപക്കെട്ടൊക്കെ, നമ്മുടെ കുട്ടിക്ക് കപക്കെട്ട് മാറി തൃശ്ശൂർ പോയിട്ട് നമുക്ക് അപ്പേച്ചിക്കും അമ്മേച്ചിക്കും നിധിക്കുട്ടിക്കും കൂടി ഒരുമിച്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ജലദോഷം മാറില്ല കേട്ടാ. തലയിൽ ബാക്കിൽ കെട്ട്.
നിധിക്ക് അമ്മയുടെ വീഡിയോസ് ഇഷ്ടം? ഇപ്പൊ എങ്ങനെ ഇല്ല ഇല്ല നോക്കില്ല. നിനക്ക് എന്റെ വീഡിയോ ഇഷ്ടമല്ലോ. എന്റെ വീഡിയോ ഇഷ്ടമല്ലോ. വീഡിയോ ഇഷ്ടമാണോ? അല്ലല്ലോ, ഇഷ്ടമില്ലല്ലോ. ഇഷ്ടമില്ല. നീ ഇഷ്ടമില്ല എന്നല്ല ആദ്യം പറഞ്ഞേ. ഇഷ്ടമുണ്ട്. നമുക്ക് ഒന്നും ഇട്ടില്ലേ. വാ വാ. അതിലൊന്നുമില്ല. വാ ഇങ്ങോട്ട് വാ. ഒരു ഹായ് മാത്രം കേട്ടാ. സേ ഹായ്. അമ്മയുടെ വീഡിയോ ഇഷ്ടം ഉണ്ടെന്ന ഇല്ലാന്നാ? സത്യം പറ. വീഡിയോ ഇഷ്ട? അമ്മേനെ ഇഷ്ടം? ദേവേനെ ഇഷ്ടം? ഇറങ്ങിപ്പോ. ഈ പരട്ട കളർ ഞാൻ എന്തിനാ നോക്കണത്? നിങ്ങൾ ഒന്ന് മേടിച്ചിരുന്നു കേക്ക്. നിനക്ക് തേങ്ങ മേടിച്ചിരിക്കപ്പോ തലയില് ഇതിട്ടുണ്ട്. അയ്യേ, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഹായ് പറയേ. അങ്ങോട്ട് നോക്കി പറ. ഹായ് പറഞ്ഞേ. അവിടെ നോക്കി പറ. ദേവു അവിടെ നോക്കി പറയേ. ഹായ് ഹായ്. നമ്മുടെ പല്ലൊക്കെ പോയി. ഈ പല്ലൊക്കെ പോയി. ഇതിന്റെ പല്ല് മൊത്തം പുഴു നിന്ന് അണപ്പല്ലൊക്കെ പോയി. കാണിച്ചൊന്നും കൊടുക്കണ്ട. നീ മരുന്ന് കാണിച്ചു കൊടുക്കണം. ഓ, അവള് കഴിക്കുന്ന മരുന്നൊന്ന് കാണിച്ചു കൊടുക്കും അമ്മ. എന്നെ കൊണ്ട് അതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, കാണിച്ചു കൊടുക്കുന്നത്. നിന്റെ മുഖം പോലും ഞാൻ ഇതിൽ കാണിക്കും. വേണ്ട വേണ്ട. അപ്പോ ഞാൻ ജസ്റ്റ് ഇത് വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടാ. അപ്പൊ ഇതാ ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കണ്ടോ, കുളി കഴിയുമ്പോൾ എൻ്റെ മുടി ഇതിങ്ങനെയാണ്. ഇനി കുറച്ചേരം കഴിയുമ്പോൾ ഇതിങ്ങനെയാവും. അപ്പൊ ഞാൻ അതിന് പിന്നെ ഉപയോഗിക്കുന്ന ജോൺസൺസ് ബേബിയുടെ ഹെയർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സീറോ ഉപയോഗിക്കാം. ഞാൻ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഈവൻ ഏതെങ്കിലും വെളിച്ചെണ്ണ തേച്ചാലും നോ ഇഷ്യൂ. സോ അതുകൊണ്ട് 2 or 3 തുള്ളിയോ ഞാൻ ഷാമ്പൂ ഇട്ട് കഴുകി കേട്ടോ. കാരണം വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് നമ്മുടെ തലയിൽ വെച്ചാൽ ശരിയാവില്ലാത്തത് കൊണ്ടും ജസ്റ്റ് കാരണം ഈ ഈർപ്പത്തോട് കൂടി നിന്നിട്ട് തന്നെ നമ്മളത് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇനി ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാം. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ നന്മ ചെയ്തു കാത്തിടേണമേ ദയാനിധി നന്മ രൂപിയായ ഓക്കെ. അപ്പൊ ഔട്ട്കം കിട്ടിയെന്ന് വിചാരിക്കണോ? ഇതാണ് എൻ്റെ മുടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സൂപ്പറാണ് കേട്ടോ. സൂപ്പർ. സീരിയസ്ലി എനിക്ക് നല്ല ഇഷ്ടമായി. ആക്ച്വലി എൻ്റെ നല്ല കേളി ഹെയർ ആണെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ പറയണം കേട്ടോ, എനിക്ക് ഈ കേളി ഹെയർ ചേരുന്നുണ്ടോ? ഞാൻ മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് അപ്പോൾ പിന്നെ കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി മുട്ട അടിക്കുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് മുട്ട അടിച്ചതിനൊരു എനിക്ക് ആക്ച്വലി മുട്ട അടിച്ചത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്ത് സുഖമായിരുന്നു വെച്ചിട്ട്. ഒന്നാമത് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് മുടി അങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പിന്നെ മുടിയുണ്ട്. മുടി എൻ്റെ അമ്മയ്ക്ക് മുടി നല്ല ഇഷ്ടമാണ്. ഉണ്ണിയാടിന് മുടി എനിക്ക്
ഇത്രയ്ക്ക് എവിടെ കാണിക്കാൻ എൻ്റെ ചന്തി കാണാൻ ചോദിച്ചു. ഓക്കെ, ഉണ്ണിയേട്ടൻ്റെ മുടി എനിക്ക് ഇത്രയ്ക്ക് വരണമെന്നാണ് ആഗ്രഹം. ഞാൻ വണ്ണം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയണേ, ഞാൻ കാണിച്ചു തരാം. വണ്ണം പറഞ്ഞിട്ടുണ്ടോ ഞാൻ? ഈ സൈഡൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞല്ലേ, വയറിൻ്റെ ഈ ഭാഗമൊക്കെ കുറഞ്ഞു. അപ്പം നമ്മൾ ഡയറ്റ് എടുക്കുന്നത് ഉപകാരമുണ്ട്. ഇതാണ് ഹെയർ വന്നിട്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. വിറ്റമിൻ ഇ കിട്ടിക്കാറ്റ് സാധനം ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതെനിക്കിപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ ആരെ പോലെ തോന്നുന്നു അറിയും. എന്നിട്ട് ഇപ്പോൾ എളിമണിയുടെ മുടിയൊക്കെ ഇല്ലേ, അങ്ങനെയൊന്നുമില്ലെങ്കിലും എനിക്കതൊക്കെ പറയാൻ ഇഷ്ടമല്ലത് കൊണ്ട് ഞാൻ പറഞ്ഞു പോണതാ, തള്ളാന്ന് പറയുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എൻ്റെ മുടിയുടെ ഒരു ചുരുളിച്ചേക്കാളൊക്കെ ഒരു ഭംഗി തോന്നി എനിക്ക്. ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് വെച്ച് നോക്കിയത് കേട്ടാ, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്നുണ്ടെന്ന് വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ സോ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുടി സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുടി സ്റ്റൈൽ ചെയ്യാം, കേളി ഹെയർ ആയതുകൊണ്ട്. ദെൻ പക്ഷേ എനിക്കിങ്ങനെ മുടിയിടല്ല, ഞാൻ പൊട്ടപ്പിയും എനിക്കിങ്ങനെ അഴിച്ചിടുന്ന മുടി ഇഷ്ടമില്ല പൊതുവെ. ദെൻ നൈസാ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു കേൾക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.